വാർത്താ നേരം ആരംഭിക്കുകയാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്ത: രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയതിനെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ചേർന്നത് 1 മിനിറ്റിൽ താഴെ മാത്രം. രാഹുലിനെ അയോഗ്യനാക്കിയ ഉത്തരവ് എംപിമാർ സ്പീക്കർക്ക് നേരെ കീറിയെറിഞ്ഞു. കോൺഗ്രസ് എംപിമാർ എത്തിയത് കറുത്ത വസ്ത്രവും മാസ്കും ധരിച്ചു. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിൽ 3 പേർ കുറ്റക്കാരെന്ന് കോടതി. ദീപക്, COT നസീർ, ബിജു പറമ്പത്ത് എന്നിവർ കുറ്റക്കാർ. 110 പ്രതികളെ വെറുതെ വിട്ടു. പ്രതികൾക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ച് കണ്ണൂർ സെഷൻസ് കോടതി. കണ്ണടച്ച് കിടക്കുന്നതാ സന്തോഷം. കണ്ണിൽ പെടാതെ പോകാലോ അല്ലേ? അപ്പൊ കണ്ണടയുന്നതാ ഇഷ്ടം. മലയാളത്തിന്റെ മഹാനടന് വിട ചൊല്ലി കേരളം. മറഞ്ഞത് മലയാളിയെ ചിരിപ്പിച്ച അഭിനയ പ്രതിഭ. കൊച്ചിയിലും ഇരിങ്ങാലക്കുടയിലും പൊതുദർശനം. സംസ്കാരം നാളെ രാവിലെ 10-ന് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ. ഇന്നസെന്റിനെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി. ആസ്വാദകരെ ചിരിപ്പിച്ച അഭിനയ പ്രതിഭ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് നരേന്ദ്രമോദി. വിടവാങ്ങിയത് സ്വസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് ജനപ്രീതി നേടിയ നടനെന്ന് മുഖ്യമന്ത്രി. അനുഭവമായ അഭിനയ സിദ്ധി കൊണ്ട് വിസ്മയിപ്പിച്ച നടനെന്ന് പ്രതിപക്ഷ നേതാവ്. കാപ്പിക്കോ റിസോർട്ട് പൊളിക്കലിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാനത്തിനുമെതിരെയുള്ള കോടതിയലക്ഷ്യ നടപടി സുപ്രീം കോടതി അവസാനിപ്പിച്ചു. കോടതിയലക്ഷ്യ ഹർജി തുടരേണ്ടതില്ലെന്ന് നിർദ്ദേശം. തീരുമാനം ജസ്റ്റിസ് അനിരുദ്ധ ബോസ് അധ്യക്ഷനായ ബെഞ്ചിന്റേത്.